ഇപ്പം മക്കളെ നമ്മൾ ലാസ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആ ടോപ്പിക്കുകളാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കാണ്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരിക എന്നുള്ളതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചതിന് ശേഷം ക്ലാസ്സിൽ കയറിയായിരിക്കും കുറച്ചും ബെറ്റർ. സോ 2024 ലാസ്റ്റ് ഇയറിൽ 2024 എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്, തെറ്റായിട്ട് ബാലൻസ് ചെയ്യുന്നത് ഇത് ഏത് ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ് ചോദിച്ചത്. റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണോ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽസ് ആണോ? റോങ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. ഓക്കെ, എറേഴ്സ് ഓഫ് കമ്മീഷൻ നമുക്കറിയാം. രണ്ടാമത്തത് എറേഴ്സ് ഓഫ് കമ്മീഷൻ. സെക്കൻഡ് വൺ, റൈറ്റ് ഇൻ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന് 3 ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത്തത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ, രണ്ടാമത്തത് എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, മൂന്നാമത്തത് അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, ലെഡ്ജർ അക്കൗണ്ട് ചെയ്തത് ശരിയാണോ തെറ്റാണെന്ന് പഠിക്കാൻ. പാസ് റെക്ടിഫിക്കേഷൻ എൻട്രി, ഈ താഴെ തന്നുള്ള റെക്ടിഫിക്കേഷൻ എൻട്രി റെക്ടിഫിക്കേഷൻ ചെയ്യാൻ തെറ്റിട്ടുണ്ടെങ്കിൽ. ക്യാഷ് റിസീവ് ഫ്രം അനിൽ വാസ് പോസ്റ്റഡ് ടു അഖിൽ. അനിലിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് പോസ്റ്റ് ചെയ്തത് എവിടെ, എങ്ങനെയാടാ? അനിലിൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്ത് എന്താക്കിയിട്ടാണ് കാണിച്ചത്? അഖിലിലേക്ക് കിട്ടിയാൽ മതി. അനിലെന്താ കിട്ടിയത്, പക്ഷെ പോസ്റ്റ് ചെയ്തപ്പോൾ അഖിലിൻ്റെ അടുത്തായി. അപ്പോൾ നമ്മൾ ഇരുന്ന് കറക്റ്റ് എൻട്രി, എന്താ കറക്റ്റ് എൻട്രി ഇടുക? ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അനിലിൻ്റെ അടുത്ത് കിട്ടി, അപ്പം അനിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് വരിക. സോറി, ക്യാഷ് റിസീവർ ആണല്ലേ. സോറി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അനിൽ. ഇവരെന്താക്കി എഴുതിപ്പോയി, റോങ് ആയിട്ട് എന്താ എഴുതിപ്പോയി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താ എഴുതിപ്പോയി? അഖിൽ എഴുതിപ്പോയി, അഖിൽ. അപ്പോൾ നമുക്ക് അഖിലിനെ വേണ്ട, അഖിലിനെ ഒഴിവാക്കാൻ അഖിലിനെ ഡെബിറ്റ് ചെയ്താൽ മതി. റെക്ടിഫിക്കേഷൻ, അഖിലിനെ ഡെബിറ്റ് ചെയ്യുമ്പം അഖിൽ അക്കൗണ്ട് ഡെറ്റർ, എന്നിട്ട് ആരെ കൊണ്ടുവരണം? അഖിൽ അക്കൗണ്ട് ഡെറ്റർ 4000 ടു ആരെ കൊണ്ടുവരണം? അനിലിനെ കൊണ്ടുവരണം. അനിൽ അക്കൗണ്ട് എത്ര രൂപ? 4000. അഖിൽ അക്കൗണ്ട് ഡെറ്റർ ടു അനിൽ അക്കൗണ്ട് 4000. ഇസ് ക്ലിയർ? നെക്സ്റ്റ് വൺ, പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റ് ബൈ 2000. പർച്ചേസ് ബുക്ക് 2000 രൂപ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ബുക്ക് കൂട്ടിയാൽ മതി. പർച്ചേസിനെ കൂട്ടാൻ ഡെബിറ്റ് ചെയ്താൽ മതി അല്ലേ? പർച്ചേസിനെ കൂട്ടാൻ ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓവർകാസ്റ്റ് അണ്ടർ കാസ്റ്റ് ക്വസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? സസ്പെൻസ് അക്കൗണ്ട്. അപ്പം പർച്ചേസ് ബുക്ക് കൂട്ടാൻ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രിസിൽ എന്ത് ചെയ്തണം? സസ്പെൻസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഇസ് ക്ലിയർ? പിന്നെ റിപ്പയേഴ്സ് ഓൺ മിഷനറി റോങ്ലി ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട്. നമ്മൾ നേരത്തെ വേജസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ വേജസിൻ്റെ മാതിരി തന്നെയാണ് ഇതും വരുന്നത്. ഓക്കെ, സോ റിപ്പയർ ഓൺ മിഷനറി അവർ റോങ് ആയിട്ട് മിഷനറി അക്കൗണ്ട് കൊണ്ടിടാൻ. റിപ്പയർ ഓൺ മിഷനറി റിപ്പയറിലിടണം, മിഷനറി ഇടാൻ പാടില്ല. സോ കറക്റ്റ് എൻട്രി റിപ്പയർസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടാണ് അത് അസിൻ്റെ കൂടെ കൂട്ടാൻ പറ്റാത്തത്. വേജസ് ഇൻസ്റ്റാളേഷൻ ചാർജസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ. സോ റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 3000 രൂപ. ഇവരെന്താക്കി റോങ് ആയിട്ട് കാണിച്ച് ഈ റിപ്പയർ കൊണ്ടുപോയിക്കേണ്ട അസറ്റ് കൊണ്ടുപോയി, അപ്പോൾ അസറ്റ് കൂടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് കണ്ട് കാണിച്ച്. അപ്പോൾ ഈ കൂടി കിടക്കുന്ന അസറ്റിന് എന്ത് ചെയ്യണം? കുറക്കണം. അസറ്റിനെ കുറക്കാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എഴുതുന്ന ടു മിഷനറി എഴുതി, ടു മിഷനറി. അപ്പോൾ എന്നിട്ട് പഴയ റിപ്പയർ എന്ന എക്സ്പെൻസിന് കൂട്ടണം, എക്സ്പെൻസ് കൂടെ ഡെബിറ്റ് ചെയ്താൽ മതി. സോ റിപ്പയർ അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി അക്കൗണ്ട്. ഇസ് ക്ലിയർ? ലാസ്റ്റ് വൺ, ഫർണിച്ചർ 5000 രൂപ സാധനം പർച്ചേസ് ചെയ്തു. നേരത്തെ ചെയ്യുന്നത് തന്നെ, അസറ്റ് വാങ്ങിയതിന് പകരം ഫർണിച്ചർ വാങ്ങി അത് പർച്ചേസ് കൊണ്ട് പോസ്റ്റ് ചെയ്തു. സോ കറക്റ്റ് എൻട്രി വരുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇവർ റോങ് ആയിട്ട് എന്ത് എഴുതി? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എഴുതിപ്പോയി. റെക്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസോട് കൂടി കിടക്കുന്നുണ്ട്, അതിനപ്പോൾ ഒരു അസറ്റ് കൂട്ടണം. എക്സ്പെൻസ് കുറക്കാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. ടു പർച്ചേസ് പകരം ഫർണിച്ചർ എന്ന അസറ്റ് കൂട്ടാൻ ഡെബിറ്റ് ചെയ്യുക. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ് കാണിക്കുക. ഇങ്ങനെ റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടി കേട്ടോ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചോ.
ട്രയൽ ബാലൻസ് ഈസ് എ അക്കൗണ്ട് ആണോ, പ്രിൻസിപ്പൽ ബുക്ക് ആണോ, സബ്സിഡറി ബുക്ക് ആണോ? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ചെയ്താൽ മതി. ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് സൈഡ് ആണ്, അസറ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് ക്രെഡിറ്റ് ചെയ്യണം. റിട്ടേൺ ഇൻവേർഡ് ആലോചിക്കുക, റിട്ടേൺ ഇൻവേർഡ് പർച്ചേസ് റിട്ടേൺ ആണോ, സെയിൽസ് റിട്ടേൺ ആണോ? ഇന്നാണ്. അപ്പോൾ പോയ സാധനം തിരിച്ചു വന്നതല്ലേ, പോകുമ്പോൾ സാധനം ഔട്ടായിരുന്നു, ആ സാധനം തിരിച്ചു വരുമ്പോൾ റിട്ടേൺ ഇൻവേർഡ് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്യണോ, ക്രെഡിറ്റ് ചെയ്യണോ? സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിലൊരു ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കേട്ടോ, റെൻ്റ് കൊടുത്തതിൻ്റെ ആ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചതാണ്. സോ ശ്രദ്ധിച്ചോ. റെൻ്റ് പെയ്ഡ് റുപ്പീസ് ലാൻഡ് ലോഡ് ടു ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട്. പർച്ചേസ് ബുക്ക് ആൻഡ് റെക്കോർഡ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മിഷനറിൻ്റെ വേജസ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈ 3 ക്വസ്റ്റ്യൻസ് ഇടാ. റെൻ്റ് കൊടുക്കുമ്പോൾ എന്താ കറക്റ്റ് എൻട്രി ഇടുക? കറക്റ്റ് എൻട്രി റെൻ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. റെൻ്റ് അക്കൗണ്ട് ടു ക്യാഷ് ആണ് കറക്റ്റ് എൻട്രി. ഇവന്മാർ എന്ത് ചെയ്തു അറിയോ? റോങ് ആയിട്ട് എന്ത് എഴുതിപ്പോയി? റോങ് ആയിട്ട് അവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ലോഡ് അക്കൗണ്ട് ഡെറ്റർ, ലാൻഡ് ലോഡ്, അതായത് മുതലാളിൻ്റെ പേരിൽ ലാൻഡ് ലോഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കാണിച്ച്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ലാൻഡ് ലോഡിൻ്റെ പേരിൽ കാണിക്കാൻ പാടില്ല. അതെങ്ങനെ റെക്ടിഫിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ, റെൻ്റ് എന്ന എക്സ്പെൻസ് വരണം. എക്സ്പെൻസ് വരാൻ ഡെബിറ്റ് ചെയ്താൽ മതി. ഡെബിറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാൽ റെൻ്റ് കൂടി. സോ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ. ലാൻഡ് ലോഡ് എന്ന ആളെ വേണ്ട, ഇല്ല ഈ സാധനം വേണ്ട. അത് ഒഴിവാക്കാൻ ഇതോടെ കിടക്കുന്ന ഡെബിറ്റ്സിലെ കിടക്കുന്നത് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രിയേറ്റ് ചെയ്താൽ പോരെ. റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ് ലോഡ്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ടു ലാൻഡ് ലോഡ് എന്നെങ്ങാണ്ട് കാണിക്കണം. ഏതിൽ എത്ര എമൗണ്ട് കാണിക്കുക? റെൻ്റ് അക്കൗണ്ട് ലാൻഡ് ലോഡ് 4000 രൂപ കേട്ടോ. ഓക്കെ, പിന്നെ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ശാലിനി, ക്യാഷ് റിസീവ് ഫ്രം ശാലിനി. സോ നേരത്തെ നമ്മൾ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ എന്താ? ക്യാഷ് റിസീവ് ഫ്രം അനിൽ, പോസ്റ്റ് ട്രാക്കിൽ. അത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ ഈ ഇവിടുന്ന് വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അബുവിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് പർച്ചേസ് ഫ്രം അബു 8500 രൂപ നോട്ട് റെക്കോർഡ്. അബുവിൻ്റെ അടുത്ത് സാധനം വാങ്ങിയിട്ടുണ്ട്, എവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഐസിന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, എറേഴ്സ് ഓഫ് ഒമിഷൻ ആണ്. ഇത് റെക്ടിഫിക്കേഷൻ ചെയ്യാൻ ഇത് റെക്കോർഡ് ചെയ്താൽ പോരെ. പർച്ചേസ് ഫ്രം അബു നോട്ട് റെക്കോർഡ്. അപ്പോൾ അബുവിൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്ത് കാണിച്ചാൽ പോരെ. പറഞ്ഞോളൂ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു അബു രൂപ 8500. ഇറ്റ്സ് എൻ എറേഴ്സ് ഓഫ് ഒമിഷൻ ആണ് കേട്ടോ, കംപ്ലീറ്റ് ഒമിഷൻ ആണ്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ടൈപ്സ് ഓഫ് എറേഴ്സ് വിൽ അഫക്ട് ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ ബാധിക്കുന്ന എറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. ഓക്കെ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസും ബാധിക്കില്ല. കോമ്പൻസേറ്റിംഗ് എറേഴ്സും ബാധിക്കില്ല. എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ ബാധിക്കും. അപ്പോൾ എറേഴ്സിനെ ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നത് ഇതും ബാധിക്കും, എറേഴ്സ് ഓഫ് കമ്മീഷനും ബാധിക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. പിന്നെ നെയിം ഓഫ് ദി അക്കൗണ്ട് വിച്ച് ഇസ് ടെമ്പററി ടാലി ഓപ്പൺ ട്രയൽ ബാലൻസ് ടാലി ആക്കാൻ വേണ്ടി ടെമ്പററി ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് സസ്പെൻസ് അക്കൗണ്ട് കേട്ടോ. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന സാധനം നിങ്ങൾ സിലബസിൽ ഇല്ലാത്ത സാധനമാണ്. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എറർ ഓഫ് കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആയിട്ട് എമൗണ്ട് എഴുതിപ്പോൾ റോങ് ആയിട്ട് അക്കൗണ്ട് മാറിപ്പോൾ അങ്ങനെയൊക്കെ. വേജ് ഓഫ് ഇൻസ്റ്റാളേഷൻ മിഷനറി ഡെബിറ്റഡ് വേജസ്, അതായത് മിഷനറി എഴുതുന്നതിന് പകരം വേജസ് തരുന്നത് എക്സ്പെൻസ് ആണ്. അത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. പർച്ചേസ് ഗുഡ്സ് ക്യാഷ് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇറ്റ്സ് എൻ ഒമിഷൻ ആണ്. റോങ് ആയിട്ട് ബാലൻസ് ചെയ്ത് ഫർണിച്ചർ അക്കൗണ്ട്, തെറ്റായിട്ട് ഫർണിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. സെയിൽ ഓഫ് ഫിക്സ് അസറ്റ് ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട് ഇറ്റ്സ് എൻ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഇത് പ്രിൻസിപ്പിൾസ് ആണ്, ഇതും പ്രിൻസിപ്പിൾസ് ആണ്, ഇറ്റ്സ് എൻ ഒമിഷൻ ആണ്. ഓക്കെ, അപ്പം ഇറ്റ്സ് എൻ എറേഴ്സ് ഓഫ് കമ്മീഷൻ. പിന്നെ താഴെ തന്നതിൽ നോട്ട് ഇൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലാത്തത് ലൊക്കേഷൻ എറേഴ്സ് എന്താണ്? അഥമെറ്റിക് അക്യൂറസി ഓഫ് ലെഡ്ജേഴ്സ് അക്കൗണ്ട് റെഡിയാണ്. പിന്നെ ടു ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റെഡിയാണ്. ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് ഇസ് ഇൻക്ലൂഡിങ് ആണ് ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ്.
അപ്പോൾ അതാണ് നോട്ട് ഒബ്ജക്റ്റീവ്സ് അല്ലാത്തത്. ഒബ്ജക്റ്റീവ്സ് അല്ലാത്ത സാധനം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട് വീണ്ടും. ആൾ ഓഫ് ദീസ് അബോവ് വരിക കേട്ടോ. പിന്നെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന എല്ലാം ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻസ് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു വെറൈറ്റി മോഡലാണ്. അതോടുകൂടി നമ്മുടെ ക്ലാസ് ഇന്നത്തെ റെക്ടിഫിക്കേഷൻ്റെ ചാപ്റ്റേഴ്സ് വൈൻഡപ്പ് ആവും കേട്ടോ. ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഫ്യൂ ജാലൻട്രീസ് ആർ ഗിവൺ വിത്ത് നരേഷൻ. താഴെ ജാലൻട്രീസ് തന്നിട്ടുണ്ട്, നരേഷൻ തന്നിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ നോക്കുക. തെറ്റാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാം. സോ സാലറി അക്കൗണ്ട് ടു ക്യാഷ് ഉണ്ട്, സാലറി കൊടുത്തതിന് എൻട്രി ഉണ്ട്. പിന്നെ വേജസ് അക്കൗണ്ട് ടു ക്യാഷ് ഉണ്ട്, അതൊരു കാണിച്ചത് പ്ലാന്റ് ഇൻസ്റ്റാളേഷൻസിൻ്റെ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ അവർ പറഞ്ഞു വെച്ചാൽ ലാസ്റ്റ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ പ്രൊപ്പറേറ്റേഴ്സ് ആണ്. പ്രൊപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും പാസ് റെക്ടിഫിക്കേഷൻ എൻട്രി ഇറ്റ്സ് എബവ് ആർ നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്തതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് ചെയ്താനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോ. സാലറി കൊടുത്തപ്പം സാലറി പെയ്ഡ് അക്കൗണ്ട് ടു ക്യാഷ്, സാലറി പെയ്ഡ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഫ്യൂ ജാലറീസ് ആർ ഇതിൽ സാലറീസ് പെയ്ഡ്, സാലറി പെയ്ഡ് വരുമ്പോൾ സാലറി അക്കൗണ്ട് ടു ക്യാഷ്, ഈ എൻട്രി ശരിയാണ്, അത് നോ മിസ്റ്റേക്ക്. അപ്പം ഞാൻ എഴുതിയേക്കുന്ന ആൻസറിൽ നോ മിസ്റ്റേക്ക്. പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ചാർജസ് കൊടുത്തതാണ്. അതായത് ഇൻസ്റ്റാളേഷൻ ചാർജസ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം അത് ആ പ്ലാനിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ അത് കറക്റ്റ് എൻട്രി വരുന്നത് പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് വരുന്നത്. ഇവർ റോങ് ആയിട്ട് എന്ത് ചെയ്തി, വേജസ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ഒരു എക്സ്പെൻസ് കൂട്ടി അസറ്റ് കുറച്ചു. അപ്പോൾ നമുക്ക് ഇതിന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വേജസ് വേണോ വേണ്ട, വേജസ് ഡിലീറ്റ് ചെയ്യാൻ, എക്സ്പെൻസ് കുറക്കാൻ ക്രിയേറ്റ് ചെയ്താൽ മതി. ടു വേജ് എത്ര രൂപ, 2000. ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും കുറേ ആയിട്ട് എക്സാം വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പകരം പ്ലാന്റ് ആൻഡ് അസറ്റ് കൂട്ടുക. സോ പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് അക്കൗണ്ട് ആണ് കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഷുറൻസിൻ്റെ പ്രീമിയം. പ്രൊപ്പറേറ്റർ സണ്ണിന് ഇൻഷുറൻസ് പ്രീമിയം അടച്ചതാണ്. അപ്പം പ്രൊപ്പറേറ്റർ സണ്ണിന് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം ബിസിനസ് അടച്ചു കഴിഞ്ഞാൽ അത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നത് ഇങ്ങനെ വരിക, കറക്റ്റ് എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് വരുന്നത്. ഇവർ റോങ് ആയിട്ട് എന്ത് ചെയ്ത് ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ടു ക്യാഷ് എഴുതി. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ആ ഇൻഷുറൻസ് വേണ്ട, ഇൻഷുറൻസ് ആണ് എക്സ്പെൻസ് ഡിലീറ്റ് ചെയ്യണം, ഒഴിവാക്കണം. ഇൻഷുറൻസ് ഡെബിറ്റ് കിടക്കുന്നുണ്ട്, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ വെച്ചാൽ ഇൻഷുറൻസിന് ക്രെഡിറ്റ് ചെയ്താൽ മതി. ടു ഇൻഷുറൻസ് പകരം ആര് ഡെബിറ്റ് ചെയ്യുക, ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ എൻട്രി ഇടുക, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട് ആയിട്ട് കാണിക്കണം. 3000. ക്ലിയർ. ഇനി ഇതേമാതിരി ക്വസ്റ്റ്യൻസ് വേറൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞ് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. പർച്ചേസ് ഗുഡ്സ് താഴെ നരേഷൻ തന്നിട്ടുണ്ട്. ഈ നരേഷൻ പ്രകാരമാണോ ഈ എൻട്രീസ് നോക്കിയാൽ മതി. പർച്ചേസ് ഗുഡ്സ് ഫ്രം രാജൻ ഓൺ ക്രെഡിറ്റ്, രാജനകത്ത് സാധനം പർച്ചേസ് ചെയ്തു. സോ എൻട്രി കറക്റ്റ് എൻട്രി എന്ത് ചെയ്താൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കടത്തിന് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻ എന്നാണ് വേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ടു രാജൻ എന്നാണ് വേണ്ടത്. ഇവരെന്ത് ചെയ്ത് റോങ് ആയിട്ട് എന്ത് ചെയ്ത് പോയിട്ടുണ്ട്, ഇവർ റോങ് ആയിട്ട് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻ എന്നാണ് ഇവിടെ കാണിച്ചത്. ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം. ഇവർ ഈ പർച്ചേസിനെ അവരെന്താക്കിയിട്ട് സെയിൽസ് ആക്കിയിട്ട്, ഇത് റോങ് ആണ്. അപ്പം ഇത് നമുക്കറിയാം ഇതിൽ രാജന് ആവശ്യമുണ്ട്, നമ്മൾ നേരത്തെ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്കുള്ളതാണ്.
അപ്പോൾ നമുക്ക് ഈ സാധനം കംപ്ലീറ്റ്ലി ക്യാൻസൽ ആക്കണം. ക്യാൻസൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് നേരെ ഓപ്പോസിറ്റ് ആകാൻ മതി. സെയിൽസിനെ ഒഴിവാക്കാൻ ക്രെഡിറ്റിലേക്ക് ഇട്ടാൽ മതി. സെയിൽസ് ഡെബിറ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ടു സെയിൽസ് എന്ന് കാണിക്കുക. ടു സെയിൽസ് എന്ന് കാണിക്കുക. എന്നിട്ട് സെയിൽസ് എന്ന് കണ്ട് കാണിക്കുക. രാജൻ നമുക്ക് രാജൻ ശരിയാണ്. രാജൻ ഇവിടെ ശരിയാണ്. രാജൻ എമൗണ്ട് ശരിയാണ്. ഓക്കെ. സംഭവം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഒന്നുകൂടി പറയാം. അതായത് പർച്ചേസ് ഗുഡ്സ് ഫ്രം രാജൻ ഓൺ ക്രെഡിറ്റ്. രാജൻ്റെ അടുത്ത് സാധനം കടത്തിന് വാങ്ങി. സോ കറക്റ്റ് എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രാജന. ഇവരെന്ത് ചെയ്ത് രാജനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സെയിൽസിനെ കൊണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് പറഞ്ഞാൽ ഇൻകം കുറച്ചിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് എക്സ്പെൻസ് ആണ് വേണ്ടത് അല്ലേ? പർച്ചേസ് ആണ് എക്സ്പെൻസ് ആണ് വേണ്ടത്. അപ്പോൾ എക്സ്പെൻസ് കൂട്ടണം. എന്നിട്ട് സെയിൽസിനെ വേണോ? ഈ സെയിൽസിനെ ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെക്ടിഫിക്കേഷൻ എൻട്രി ഇടുന്ന സമയത്ത് പർച്ചേസ് ഡെബിറ്റ് ചെയ്യുന്ന പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ഒഴിവാക്കണ്ടേ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് കാണിക്കുന്നത്. എത്ര രൂപ? 5000 രൂപ. അതാണ് ഫസ്റ്റത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി വരുന്നത്. അതായത് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞു വെച്ചാൽ പർച്ചേസിന് പകരം രാജന് കറക്റ്റാക്കി എമൗണ്ട് എഴുതി, സെയിൽസിന് അവരെന്ത് ചെയ്തു? റോങ് ആക്കിയിട്ട് കാണിച്ചു. ഇനി നെക്സ്റ്റ് വൺ സാലറി പെയ്ഡ് ₹3,300 ഇവിടെ 4,300 ആയി കാണിച്ചു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് 3,300 പോകേണ്ട പകരം ക്യാഷ് 4,300 പോയിട്ടുണ്ടാവും. എക്സ്പെൻസ് സാലറി എന്ന എക്സ്പെൻസ് കൂടി കിടക്കുന്നുണ്ടാവും, കൂട്ടി 1000 രൂപ. അപ്പോൾ കുറയ്ക്കാൻ സാലറി എക്സ്പെൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രിയേറ്റ് ചെയ്താൽ മതി. ടു സാലറി 1000 രൂപ കുറച്ച്. ഇനി ക്യാഷ് എന്ന ക്യാഷ് എന്ന അസറ്റ് കൂട്ടണം. 1000 രൂപ ക്യാഷ് എക്സ്ട്രാ പോയി കിടക്കുന്നുണ്ട്. ആ എക്സ്ട്രാ ക്യാഷ് റീഫണ്ട് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 1000 രൂപ ടു സാലറി അക്കൗണ്ട് എന്നാണ് കാണിക്കണം. ഓക്കെ. ലാസ്റ്റ് വൺ സഞ്ജയ് എന്ന ഒരാൾക്ക് സഞ്ജീവ് എന്ന ഒരാൾക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. സഞ്ജയ് എന്നുള്ള ആളുടെ പേരിലാണ് ക്യാഷ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എൻട്രി, ഇത് റോങ് ആണ്. കറക്റ്റ് എൻട്രി എന്ന് പറയുമ്പം ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജീവ് അക്കൗണ്ട് ഡെറ്റർ ടു സഞ്ജയ് എന്നാണ് കാണാൻ, സോറി ക്യാഷ് ആണ് കാണിക്കേണ്ടത്. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ട് സഞ്ജയ് അക്കൗണ്ട് ടു ക്യാഷ് ആണ് കാണിച്ചത്. അപ്പോൾ ക്യാഷ് ഭാഗം റെഡിയാണ്, ക്യാഷ് റെഡിയാണ്. അപ്പോൾ നമുക്ക് ഈ സഞ്ജയിനെ ഒഴിവാക്കണം. സഞ്ജയിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? സഞ്ജയിനെ റെക്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ സഞ്ജയിനെ ക്രിയേറ്റ് ചെയ്താൽ മതി. ടു സഞ്ജയ്. എന്നിട്ട് ആരെ ഡെബിറ്റ് ചെയ്യുക? സഞ്ജീവിനെ ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ സഞ്ജീവ് അക്കൗണ്ട് ഡെറ്റർ ടു സഞ്ജയ് ആയിരിക്കും എൻട്രി വരിക. അപ്പോൾ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 46 ഇതേമാതിരി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടാബിൾ തന്നിട്ടുണ്ട്, അതിന് ഹിൻസ് തന്നിട്ടുണ്ട്. സെയിൽ ഓഫ് ഫർണിച്ചർ ₹700 ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഇറ്റ്സ് എൻ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. ഫർണിച്ചർ വിറ്റിട്ടുണ്ട്, സെയിൽസ് അക്കൗണ്ട് കൊണ്ട് എഴുതി. അപ്പോൾ അതിന് റെക്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ടു രാജ രാം ₹2,500 പാസ്ഡ് ത്രൂ പർച്ചേസ് ബുക്ക്. ഇത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഏത് എറേഴ്സ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇറ്റ് ഇസ് എൻ എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. പിന്നെ ഇറ്റ് ഈസ് എ പർച്ചേസ് ബുക്ക് ഓവർകാസ്റ്റ് ആൻഡ് അണ്ടർകാസ്റ്റ് വരുന്നുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ജസ്റ്റ് നല്ല വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് പഴയ ക്വസ്റ്റ്യൻസ് ആണ് ഇത് വരുന്നത്. ജസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ വരാറില്ല. ഇപ്പോൾ ഫുൾ ജനറൽ എൻട്രി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റത്തെ. സെയിൽ അക്കൗണ്ട് ഫർണിച്ചർ. രണ്ടാമത്തെ എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. മൂന്നാമത്തെ സാലറി കൊടുത്തത് അയാളെ പേഴ്സണൽ അക്കൗണ്ട് ആക്കിയിട്ട് എഴുതി. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. പിന്നെ പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ് ഓവർകാസ്റ്റ് ഈസ് എ കമ്മീഷൻ. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. അതായത് ഫർണിച്ചർ വാങ്ങിയത് ഓഫീസ് എക്സ്പെൻസ് ആക്കി മാറ്റി. വേജസ് നോട്ട് റെക്കോർഡ് ഇൻ വേജ് പെയ്ഡ് ചെയ്തു, നോട്ട് റെക്കോർഡ് വേജസ് ഇൻ എറേഴ്സ് ഓഫ് കമ്മീഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
അപ്പം 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കും 6 മുതൽ 10 മാർക്ക് വരെ എക്സാം ചോദിക്കുന്ന ടോപ്പിക്കാണിത്. നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളിത് സെറ്റാക്കുക. ഒരു മാർക്കും പോകാത്ത രീതിയിൽ പ്ലാൻ ചെയ്യുക. ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.